ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനിങ്ങനെ ഇടിവിട്ടേറ്റ പോലെ ദൈവമേ അന്ന് ഞാൻ കെയർ കൊടുത്ത് ചേച്ചി ഇപ്പതേ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അന്ന് രാത്രിയൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ കല്ല് കയറ്റി വെച്ച പോലെയായിരുന്നു മനസ്സിൽ. ഉറങ്ങാൻ പറ്റണ്ടേ? യെസ്, ഞാൻ എത്തേണ്ടടുത്ത് എത്തി ആൻഡ് ഐ എം അറ്റ് ഈസ്. ഞാനത് ആസ്വദിച്ച ദിവസങ്ങളാണ്. സെമിനാരി വർഷങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചതാണ്. അപ്പോൾ ഇതുവരെയുള്ള ലൈഫിൽ ഒരു പോയിന്റ് പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല? ദൈവമേ, ഈ ബലഹീനനായ എന്നെ എന്തിന് നീ തിരഞ്ഞെടുത്തു? ആ ചോദ്യം എപ്പോഴും. ഒരു സിസ്റ്ററായി ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് ഒരു ഡ്രീം നടത്തിയിട്ടുണ്ട്, ഡേ ഡ്രീം നടത്തി. ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ അവഹേളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പൊള്ളും. എനിക്ക് വളരെ ദുഃഖമുള്ളൊരു സംഗതി, ഇതിന് മുൻകൈ എടുക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വന്തം ജനങ്ങളാണെന്നുള്ളതാണ്. ഇനിയും എത്ര ജന്മങ്ങളുണ്ടോ അതൊക്കെ ഒരു പുരോഹിതനാവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ നഴ്സിംഗ് കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞു ഒരുപാട് മരണങ്ങൾ, വെറൈറ്റി ഓഫ് ഡിസീസസ് ഒക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പം അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ച, ഇപ്പോഴും ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ മുഖം, ഒരു അമ്മയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അത് എൻ്റെ 3rd ഇയർ കഴിഞ്ഞിട്ടുള്ള ആ സമയത്താണ്. ആ സമയത്ത് 4th ഇയർ ഒരു ഹാഫ് ഇയർ ആണുള്ളത്. 3.5 ഇയറിൽ അവസാനത്തെ ഹാഫ് ഇയറിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. എല്ലായിടത്തും ഒന്ന് കറങ്ങി കുറച്ച് ദിവസം വെച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒന്ന് കവർ ചെയ്ത് വരും. അപ്പം അതിൽ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ അന്ന് 32 വയസ്സങ്ങനെ കാണും. അതോ അത്രയും ഉണ്ടാവില്ല, 30-ന് അടുത്ത് പ്രായം ഉണ്ടാവും. ആ ചേച്ചി ഒരു ഡെലിവറിക്ക് വന്നത് ഞാനിപ്പോൾ ഓർക്കണേ. ആ ചേച്ചി മുൻപ് അവിടെ 1-2 വർഷം മുൻപ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1st ഇയറിൽ കെയർ കൊടുത്തിട്ടുള്ള ഒരു ചേച്ചിയാണ്. പക്ഷേ എനിക്കത് അവസാനമാണ് മനസ്സിലായത് ആ ചേച്ചി തന്നെയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ആ ചേച്ചിയുടെ 4ാമത്തെ കുഞ്ഞിൻ്റെ പ്രസവമാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ 1st ഇയറിൽ കെയർ കൊടുത്തിട്ടുള്ളത് ആ ചേച്ചി ഹസ്ബൻഡും. ഈ ചേച്ചി മുസ്ലിമാണ്, ഹസ്ബൻഡ് ഹിന്ദു ആണ്. അതുകൊണ്ട് കല്യാണം ഇങ്ങനെ കഴിച്ചപ്പോൾ വീട്ടുകാരൊക്കെ എതിർത്തു. അപ്പോൾ ഇവരൊറ്റയായി. അതിനുശേഷം ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. 2ാമത്തെ കുഞ്ഞ് ഗർഭിണിയാണ്. 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു കൊച്ചു ഗർഭിണിയാണ്. ഇവർ സഞ്ചരിക്കുന്ന കാർ ആക്സിഡൻ്റായിട്ട് ഈ ഗർഭസ്ഥ ശിശു മരിച്ചുപോയി. പിന്നെ ജീവിച്ചിരിക്കുന്ന 2 മക്കളുണ്ടല്ലോ, അതിലൊരു ആൺകുഞ്ഞ് മരിച്ചുപോയി. പിന്നെ ഒരു കുഞ്ഞൊരു പെൺകുട്ടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇവർ 2 പേരും കൈയും കാലമൊക്കെ തകർന്ന് 2 മുറിയിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ കൊച്ചിൻ്റെ കാലുമൊക്കെ നിറച്ച് കമ്പികളും, ഈ ചേച്ചിയുടെ കാലുമ കമ്പി, ആ ചേട്ടൻ്റെ കാലുമ കമ്പികൾ, അങ്ങനെ ഒരു 2 മുറിയിലായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി കിടക്കുകയാണ്. അതൊരു എൻ്റെ 1st ഇയറിലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആ ചേച്ചി അതോടുകൂടി അവരുടെ ഫാമിലീസ് ഒന്നായിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി. പിന്നീടാണ് 2 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ലാബ് റൂമിൽ ഈ ചേച്ചിയെ കാണുന്നത്. അടുത്ത കൊച്ചിനെ ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. ഡെലിവറി നടക്കുമ്പോൾ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞു. എന്നിട്ട് നമ്മളവിടെ സ്വിച്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്റ്റിച്ച് ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ വശം ഈ കൊച്ച് കരയണില്ല. സാധാരണ കൊച്ചുങ്ങൾ കരയണം, എന്നാലാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻടാക്റ്റ് ആവുള്ളൂ. പക്ഷേ ഈ കൊച്ച് കരയണില്ല. അപ്പോൾ അതിനെ പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരയാൻ വേണ്ടിയിട്ട് റബ്ബ് ചെയ്യുന്നു, പാറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഒന്നും ചെയ്യണില്ല. എന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല. നമ്മുടെ ന്യൂറൈസിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ ഈ ചേച്ചി പറയാണ്, ഡോക്ടർ എൻ്റെ കാല് കാണാനില്ല, കാലിങ്ങനെ പൊന്തിച്ച് വെച്ചേക്കായല്ലോ ഡെലിവറി ടൈമത്ത്. അപ്പോൾ എന്ത് പറ്റി, എനിക്ക് ആരെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് BP നോക്കാനായിട്ട് സിസ്റ്ററോട് ആവശ്യപ്പെട്ടു. വേഗം BP നോക്കിയപ്പോൾ BP കിട്ടണില്ല, പൾസ് റെഡ്യൂസ്ഡ് ആയി പോകുന്നു. അപ്പോൾ അനോജ് എന്ന് പറഞ്ഞൊരു സാറാണ്. സാറ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ദ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി ടു ICU എന്നവർ ഓടി ഇട്ടു. ഞാൻ അപ്പോഴേക്ക് ഓടി ഓക്സിജൻ ട്രോളി കൊണ്ടുവന്ന് ഞങ്ങൾ 5 പേര് ഉന്തി ചടപടേന്ന് ICUയിൽ എത്തിച്ചു. ICUയിൽ എത്തിച്ചിട്ട് അപ്പോഴേക്ക് ആ ചേച്ചിയുടെ ബോധം പോയി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ICUയിലത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തുടർ നടപടികൾക്കായിട്ടുള്ള കൺസെൻറ്റ് ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഒപ്പിടിക്കണം. അപ്പോൾ ഞാൻ ആ ഫയലും കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഈ ചേച്ചിയുടെ കൂടെയുള്ള ആരാണെന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ബന്ധുക്കളെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത് 2 വർഷം മുൻപ് വാർഡ് 15 അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ചേച്ചില്ലേ, ആ കൊച്ചു മകൾ ഇപ്പോൾ എവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കണ്. എനിക്കന്ന് ഒരു ഷോക്കായിപ്പോയി. എന്നിട്ട് ആ ചേച്ചിയുടെ ഉപ്പ അതിൽ സൈൻ ചെയ്യുമ്പോൾ കരഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഇനി എവിടെയെങ്കിലും സൈൻ ചെയ്യാനുണ്ടോ ബ്രദറെ, കാരണം നഴ്സുമാരെ ബ്രദർ എന്ന് വിളിക്കുക, മെയിൽ നഴ്സുമാർ. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ടെന്ന് സൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടു. അപ്പോഴാണ് ഞാനിങ്ങനെ ഇടിവിട്ടേറ്റ പോലെ ദൈവമേ അന്ന് ഞാൻ കെയർ കൊടുത്ത് ചേച്ചി ഇപ്പതേ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്.
അങ്ങനെ ഈ ചേച്ചിക്ക് നമ്മൾ പരമാവധി ചെയ്തു നോക്കി, പക്ഷേ മരിച്ചു. അതായത് നമ്മൾ കുറേ കാർഡിയക് മസാജ്, കംപ്രഷൻ കൊടുത്തു, ബ്ലഡ് കയറ്റുന്നു, ഇൻഫ്യൂഷൻ കയറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മരിച്ചുപോയി. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് ചേച്ചി മരിക്കണത്. അത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് റയറസ്റ്റ് ഓഫ് റയറാണ്. ചിലർക്ക് അത് വരാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിൽ വരാം. അങ്ങനെ ഒരു കണ്ടീഷൻ വന്ന് ചേച്ചി മരിക്കേണ്ടത് ഹാർട്ടിലേക്ക് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പോയി ബ്ലോക്കായിട്ട് വരണതാണ്. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയായി 9 മണിക്ക് ഈ ചേച്ചി മരിച്ചു. ICUവിൽ ഈ ചേച്ചിയുടെ കൊച്ചു 9 മണിയോട് കൂടി കരഞ്ഞു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ കണക്ട് ചെയ്യാണ്, ചേച്ചിയുടെ ജീവൻ കൊച്ചിന് കിട്ടിയ പോലെ, കൊച്ചിന് കിട്ടിയ പോലെ. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഒരു തകർച്ചയെന്ന് പതുക്കെ എഴുന്നേറ്റ് വന്ന കുടുംബമായിരുന്നു അതേ. ആ ചേച്ചിയോട് മരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവിടെ ഒരു ഇത്രയും ഫ്രഷായിട്ടുള്ളൊരു മദർ, ഒരു കുഴപ്പമില്ലാത്ത മറ്റൊരു ഡിസീസും ഇല്ലാത്തൊരു മദർ ലേബർ റൂമിൽ മരിക്കാനായിട്ട് വരുന്നത്. അതായത് ലേബർ റൂമിൽ വെച്ചിട്ടല്ല മരിച്ചത്, ബട്ട് അവിടുന്ന് ക്രാഷായിട്ടാണ് പേഷ്യൻ്റ് ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. AFE എപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വരാം, അങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ട്. പക്ഷേ അതിന് എനിക്കിപ്പോഴും അതൊരു നൊമ്പരം പോലെ മനസ്സിലെ ആ ഒരു അമ്മ എങ്ങനെ കിടന്ന് കരയാണ്. അമ്മയുടെ ആ ഒരു ദിവസം എൻ്റെ അമ്മയെ ബഹളങ്ങളും ആകെ, അതായത് നമ്മൾ അങ്ങോട്ടോടുന്നു, 4 ഇഞ്ചക്ഷൻ ലോഡ് ചെയ്യുന്നു, അതെടുക്കുന്നു, ഒരു കൊടുങ്കാറ്റ് വന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഫ്രഷ്നെസ് എൻ്റെ മനസ്സിലേക്ക് വരും. ഞാനിപ്പോഴും അവിടെ വർക്ക് ചെയ്ത ആ ഒരു ആംബിയൻസ്, ഓടിയത്, ട്രോളി എടുക്കാൻ ഓടിയത്, ഈ ചേച്ചീനെ കൊണ്ടുവന്നത്, അന്ന് രാത്രിയൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ കല്ല് കയറ്റി വെച്ച പോലെയായിരുന്നു മനസ്സിൽ. ഉറങ്ങാൻ പറ്റണ്ടേ. കുറേ നാളുകൾ ഈ ചേച്ചിയുടെ ഓർമ്മ തന്നെയായിരുന്നു, ആ ഒരു ഫാമിലിയുടെ ഓർമ്മ. പിന്നീട് ആ ചേച്ചിയുടെ കൊച്ചിനെ, ആ കൊച്ചു ജീവിച്ചുല്ലോ, അതിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഏതൊരു അകന്ന ബന്ധു ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഈ ചേച്ചിയുടെ ഉമ്മേനെ ഞാൻ കണ്ടു. നമുക്ക് നോക്കാൻ പറ്റില്ല, ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കണ ഒരു ഫീല്. കൊച്ചിനെ എടുത്തുകൊണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ, ആ ചേച്ചിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അമ്മാമയാണ്. അതൊരു ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാത്തൊരു സംഭവമാണത്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല. ഒരുപാട് അത്ഭുതങ്ങള് അവിടൊക്കെ ആ ഒരു ഗോഡിന്റെ ഹാൻഡ് കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മള് എന്നോട് വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇതിനോട് കണക്ട് ചെയ്ത് പറയാനുള്ളത്, ഇതുപോലെ കാത്തലാബിൽ വെച്ചിട്ട് ഒരു പേഷ്യൻ്റ്, ഒരു അമ്മച്ചി, പിറ്റേ ആഴ്ച മോളുടെ കല്യാണമാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഇവിടെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഹാർട്ടിൻ്റെ അറയുടെ ഉള്ളിലേക്ക്, ഹാർട്ട് ഇങ്ങനെ ഒരു അറയുടെ ഉള്ളിലാണ് കിടക്കണേ. അപ്പോൾ ഈ സാക്കിനകത്ത്, ഹാർട്ടിൻ്റെ ഉള്ളിലല്ല, ഹാർട്ടിൻ്റെ പുറത്തുള്ള ഈ സാക്കിനകത്ത് ഫ്ലൂയിഡ് വന്ന് നിറയാണ്. അപ്പോൾ അത് നിറഞ്ഞ് ഹാർട്ടിന് ഞെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു തുളയിട്ട് ഒരു ട്യൂബ് വഴി ഈ എക്സസ് ആയിട്ട് പൂൾ ചെയ്യുന്ന ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണത്. അപ്പോൾ അത് വലിച്ചെടുത്ത്, അപ്പോൾ ആ ചേച്ചിനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ആ ചേച്ചി പറയണേ, അയ്യോ മോനെ, അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണമാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല ചേച്ചി, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനാണ് ആ ചേച്ചി. കൊണ്ടുവന്നിരുത്തി ഈ പ്രൊസീജിയറിൻ്റെ ഇടയിൽ ക്രാഷ് വന്നു, പേഷ്യൻ്റ് ഡെത്തായി, മരിച്ചു. ഒയ്യോ, അതുപോലെ അവരോട് പോയി പറയാൻ പെട്ടൊരു പാട്. ആ ഭർത്താവ് പുറത്ത് നിൽക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ്. എന്നിട്ട് പക്ഷേ ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ്. ആ ചേട്ടൻ പറയണേ, അച്ഛാ, ഇതിന് ശേഷം പിന്നീട് കണ്ടപ്പോൾ പറയാണ്, ഇവിടെ ഞാൻ ചാപ്പലിലേക്ക് പോയി മരണ വാർത്ത അറിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ക്രൂശിൽ ഈശോ എടുക്കുകയാണ്. അതായത് മരിക്കാനായി, രോഗപാപങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഈശോ കുരിശിൽ എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യേനെ എടുത്തത് എന്നൊന്നും എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. ദർ വാസ് ആൻസർ ഫോർ എവറിത്തിങ് എന്ന ആൾ പറയണു. വലിയൊരു തിയോളജി എന്താ പറഞ്ഞു പോയി അദ്ദേഹം. ഞാനതിപ്പോൾ ഓർക്കാണ്. അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കേണ്ടതാണ്. എൻ്റെ ഭാര്യയെ പോയി നിങ്ങൾ അനാസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം, അതല്ലെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ആകെ തല്ലി പൊട്ടിക്കുക, ഒന്നും ഉണ്ടായില്ല. പക്ഷേ അയാളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെയും ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
അച്ഛാ, ഈ കുട്ടികളായിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കണ്ടു, പ്രത്യേകിച്ച് മറ്റേ പിക്കപ്പ് ലൈൻസിനൊക്കെ. അപ്പം കുട്ടികളായിട്ട് കുറെ ഇന്ററാക്ഷൻ അച്ഛൻ നടത്തുന്നുണ്ട്, അതൊക്കെ അച്ഛൻ എൻജോയ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈശോ പറഞ്ഞിട്ടുള്ളൂ, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിന്, കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ, ശരിയാണ്, ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഗ്ലോറി അതേ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്, പല ദൈവിക പുണ്യങ്ങളെ വെച്ചിട്ടൊക്കെയുള്ള എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഐ എം ഫ്രീ. അതായത് ഞാൻ തന്നെയായിട്ടിരിക്കും. എൻ്റെ നോർമൽ ബിഹേവിയർ എന്താണ് അത് അവിടെ വരും. കാരണം അവരുടെ മുമ്പിൽ നമ്മൾ വലിയ ഒഫീഷ്യാലിറ്റി വേണ്ട, അവരുടെ മുമ്പിൽ ഗൗരവം നടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ അത് തന്നെയാണ് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. സോ എനിക്ക് വേറൊരു ടെൻഷനില്ല നമുക്ക്. അതങ്ങനെയാണല്ലോ എപ്പോഴും കുട്ടികളുടെ അടുത്ത് നമ്മൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ പെരുമാറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവരെയൊക്കെ ദൈവത്തിൻ്റെ മക്കളാണല്ലോ, പാപങ്ങളില്ലാത്ത ഞാനാണല്ലോ അവരുടെയൊക്കെ കുമ്പസാരമൊക്കെ കേൾക്കുന്നത്. എനിക്കറിയാം, അപ്പോൾ മാലാഖ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ ബിലീവ് ദാറ്റ് ഐ എം വിത്ത് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും പിന്നെ കുട്ടിയാവട്ടാ, നമ്മുടെ മനസ്സിലും അതുപോലെ കുട്ടിത്തം വരും, ചിന്തകളിലൊക്കെ ശിശുതുല്യമായി കർത്താവിനെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കാനും സമയം ചെലവഴിക്കാനും ക്യാമ്പുകൾ നടത്താനൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പം അച്ഛൻ ഇത്രയും പാരിഷുകൾ മാറി വന്നുല്ലോ, അപ്പം മുന്നേ ഇരുന്ന പാരിഷുകളിലെ പിള്ളേരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അവരെ വിളിക്കാറുണ്ടാവും? തീർച്ചയായിട്ടും. എന്നെ ഇപ്പോഴും മുൻപിലത്തെ ഒരു പാരിഷിലത്തെ ഒരാള് ആഴ്ചയിൽ വന്ന് എന്നെ കാണും, ഇവിടെ വന്ന് കാണും, എല്ലാ ആഴ്ചയും വന്ന് കാണും ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനത്തെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്ന കുട്ടികളുണ്ട്, വീഡിയോ കോൾ ഇടയ്ക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ പാരിഷിലായാലും മുമ്പത്തെ പാരിഷിലത്തെ കുട്ടികളായാലും വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും, പറയും കാര്യങ്ങൾ. ഞാനും അവർക്ക് മെസ്സേജുകളൊക്കെ ഇടും. അങ്ങനെ ഒരു കോണ്ടാക്ട് നിലനിർത്തി പോകുന്നുണ്ട്. അച്ഛൻ ഈ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ നിറച്ച് ഫുൾ ട്രോഫികളൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ അച്ഛൻ വന്ന പിന്നെ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്? ഇപ്പോൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതല്ല, ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. എൻ്റെ വീട്ടിൽ ഇതുപോലെ വലിയ ഷോക്കേസിൽ നിറച്ച് ട്രോഫികളുണ്ട്. അതായത് ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞാലും കലാരംഗത്ത് ഞാൻ പറ്റാവുന്ന മേഖലയിലൊക്കെ കൈവച്ചിട്ടുണ്ട്. കലാരംഗത്ത് സാഹിത്യ മത്സരം, റൈറ്റിങ്സിൽ, മോണോ ആക്ട് ആയാലും പിന്നെ പദ്യം ചൊല്ലായാലും റെസിറ്റേഷൻ, അതുപോലെ ലൈറ്റ് മ്യൂസിക് ആയാലും നമ്മൾ ഫാൻസി ഡ്രസ് ആയാലും ഇതിലൊക്കെ, കഥാപ്രസംഗം വരെ ഇതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പല സ്ഥലത്തുനിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കഴിവുകളൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട്. മത്സരങ്ങൾ വരും, ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ മത്സരങ്ങൾ വരും. ഈ കഴിഞ്ഞ വർഷം യൂത്ത് മിനിസ്ട്രിയുടെയും യൂത്തിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരാകത്തുകയാണ് ഈ ട്രോഫികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അതിരൂപത തലത്തിൽ ഏറ്റവും മികച്ച അൾത്താർ സംഘ യൂണിറ്റ്, അതായത് ദ ബെസ്റ്റ് മോഡൽ ഓൾട്ടർ ബോയ്സ് യൂണിറ്റ് എന്നൊരു അവാർഡ് നമുക്ക് തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും ഈ വർഷം കിട്ടി. അപ്പോൾ അതിന് കുട്ടികളൊക്കെ സഹകരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഈ ട്രോഫികളുടെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫൊറോനയിലുള്ള മികച്ച തിരുബാലസഖ്യ യൂണിറ്റ്, ഈ ഫൊറോനയിലെ മികച്ച ജൂനിയർ സിൽസ് യൂണിറ്റ്, അതൊക്കെ ഈ പ്രാവശ്യം അരിമ്പൂരിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് ട്രോഫികൾ. പിന്നെയുണ്ട് പ്രയർ ഫണ്ട് കളക്ഷൻ ഏറ്റവും കൂടുതൽ അതിരൂപതയിൽ നേടിയത് നമ്മൾ ഓൾട്ടർ ബോയ്സിൻ്റെ ആയാലും തിരുബാലസഖ്യത്തിൻ്റെ. അങ്ങനെ ഒരു 5 മേജർ ട്രോഫി ഇപ്പോൾ ഈ റീസെൻ്റ്ലി നേടി. അതിനു മുമ്പ് ഈ വർഷം പല ഓവറോൾ ട്രോഫികളും ഫൊറോന തലത്തിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടാലൻസ് ഒക്കെ പകർന്നു കൊടുക്കുക തന്നെയാണ്. ഈ കുട്ടികളൊന്നൊക്കെ ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവരൊക്കെ പെർഫോം ചെയ്തോളും. ആണല്ലേ, പല പാരിഷിലും കുട്ടികൾ അവര് ഒരു എഫേർട്ട് എടുക്കില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ എല്ലാവരും. നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പാരൻസ് ആയാലും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ട്രോഫികളൊക്കെ. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ക്രിസ്മസിന് ബോണത്താലെ അച്ഛനാണ് ഡാൻസ് പഠിപ്പിച്ചിരുന്നത് പിള്ളേരെ? അത് നമുക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിരൂപതയിൽ. നമ്മൾ ഓരോ ഇടവകയിലും പഠിപ്പിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു 200ഓളം കുട്ടികളാണ് ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു. എന്നെ സഹായിക്കാനായിട്ട് വേറെ 2 യൂത്ത് ഉണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട്. നമ്മൾ പഠിപ്പിച്ചു. അവിടെ പോയി തൃശ്ശൂർ റൗണ്ടിൽ 93 ഇടവകകളാണ് പങ്കെടുത്തത്. അപ്പോൾ അതിൽ ബെസ്റ്റ് ഡാൻസ് പെർഫോമൻസിൻ്റെ വലിയൊരു ട്രോഫി നമ്മുടെ ഇടവകയ്ക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, കളിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അരിമ്പൂർ ഇടവകയ്ക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അങ്ങനത്തെ ട്രോഫി. അപ്പോൾ അതും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ കൊടുത്ത എഫേർട്ടിന് ഒരു റിസൾട്ട് കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അത് എത്ര നാൾ കൊണ്ട് പഠിപ്പിച്ചു? അതൊരു 1-1.5 ആഴ്ച, കാരണം എക്സാം ടൈം കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ പല ദിവസങ്ങളായിട്ട് കുട്ടികളെ വിളിച്ച് കുറച്ച് സമയം 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രാക്ടീസ് കൊടുത്ത് അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതിൽ ചെറിയ കുട്ടി തൊട്ട്, ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടി തൊട്ട്
കല്യാണം കഴിഞ്ഞ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ അതിലുണ്ടായിരുന്നു. അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്തു, ഭംഗിയായിരുന്നു. 200ഓളം പിള്ളേരുണ്ടായിരുന്നു. അച്ഛാ, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു വൈദികനായി ഇപ്പോൾ സേവനം ചെയ്യുന്നു. എന്നും വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് വിശ്വാസികളെ പഠിപ്പിച്ചും ചിന്തിപ്പിച്ചും പിള്ളേരോടൊപ്പം ചിരിച്ച് നടന്ന് ഈ ഒരു ലൈഫ് എങ്ങനെയുണ്ട്? അച്ഛൻ ഹാപ്പിയാണോ? ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഞാൻ ഇപ്പം നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല, അതിന് ശേഷം ഞാൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഫ്രീഡം അനുഭവിച്ചു എന്ന്. മൊബൈലില്ലാത്ത ഒരു ജീവിതം സെമിനാരിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഫ്രീഡം. അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് സെമിനാരിയുടെ ഉള്ളിലേക്ക് ഞാൻ കയറിയപ്പോൾ ദിസ് ഈസ് മൈ വേൾഡ്, എൻ്റെ സ്വർഗമെത്തി എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. അത് ഓരോ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് സെമിനാരിൽ എത്തുമ്പോഴും ഈ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതായത് യെസ്, ഞാൻ എത്തേണ്ടിടത്ത് എത്തി ആൻഡ് ഐ എം അറ്റ് ഈസ്. ഞാനത് ആസ്വദിച്ച ദിവസങ്ങളാണ്, സെമിനാരി വർഷങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചതാണ്. അതുകൊണ്ട് അതെൻ്റെ സ്വർഗം പോലെയായിട്ട് ഞാൻ കാണാറുള്ളത്. അതിലാണ് എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്, അതായത് സെമിനാരി ലൈഫ്. അപ്പോൾ അതായത് ശരിക്കും എന്തിനാണോ എന്നെ ദൈവം സൃഷ്ടിച്ചത് അതിലേക്ക് ഞാനിതാ നടന്നെടുക്കുന്നു എന്ന് തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ്. അച്ഛനായതിനു ശേഷം അതെ, ഐ എം സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞു ഇനിയും എത്ര ജന്മങ്ങളുണ്ടോ അതൊക്കെ ഒരു പുരോഹിതനാവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ ജന്മം നമുക്കുള്ളൂ. ഞാനൊരു കാത്തലിക് പാഷണ്ഡത പറയുന്നതല്ല, പക്ഷേ അങ്ങനെ ഞാൻ അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ഒരു വൊക്കേഷൻ, ഈ ഒരു ജീവിത രീതി അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതുവരെയുള്ള ലൈഫിൽ ഒരു പോയിന്റ് പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സെമിനാരിയിൽ ചേർന്നു എന്നുള്ളൊരു കാര്യം? റിഗ്രറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ട്. എന്താണെന്നറിയോ, ദൈവമേ ഈ ബലഹീനനായ എന്നെ എന്തിനു നീ തിരഞ്ഞെടുത്തു? ആ ചോദ്യം എപ്പോഴും വിശുദ്ധ കുർബാനയിൽ കർത്താവേ നിൻ്റെ ഒരു ഗതികേട്, ദൈവത്തിൻ്റെ ഒരു ഗതികേട് ഈ പാപിയായ എൻ്റെ കൈകൊണ്ട് നീ മുറിയപ്പെടുന്നു. ആ ഒരു വേദന എപ്പോഴും ഉണ്ട്. കാരണം നമ്മളെത്രയും ശ്രമിച്ചാലും വി ആർ നോട്ട് പെർഫെക്റ്റ്. അപ്പോൾ ആ ഒരു വളരെ ഒരു ബലഹീനമായിട്ടുള്ള അയോഗ്യമായിട്ടുള്ള കരങ്ങളിൽ ദൈവം മുറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളൊന്ന് പിടയ്ക്കും. അതൊരു സുഖമുള്ളൊരു പിടപ്പാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കണത്. അപ്പം ഈ ഒരു ജനറേഷനിൽ ഒരുപാട് യൂത്ത് പിള്ളേർക്ക് ഇപ്പം അച്ഛനാവാനും സിസ്റ്റർ ആവാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു മീഡിയയിലൊക്കെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു മൈൻഡ് വരും, ഇപ്പം നമ്മളൊരു അച്ഛനായ നമുക്കൊരു ചീത്തപ്പേരാവും എന്നുള്ള മൈൻഡ് വരേണ്ട അവസ്ഥയായി ഈ ഒരു ജനറേഷനിൽ. അപ്പം ഇങ്ങനെ അച്ഛനാവാനൊക്കെ ഒരു വിളി ആഗ്രഹിക്കുന്നവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? അതായത് വിളിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മാക്കളുടെ നേടാനുള്ള ആഗ്രഹം, അതുപോലെ സ്വന്തം ആത്മരക്ഷ, അതുപോലെ മറ്റുള്ളവർ കൂടി രക്ഷിക്കപ്പെടണം എന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ ഉണ്ടെങ്കിൽ അഥവാ ദൈവയുടെ ലക്ഷ്യങ്ങൾ നമ്മളെ തന്നെ ഉള്ളിലുണ്ട്. ഞാൻ ഭാവി കാണുമ്പോൾ ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ ഭാവി ജീവിതം ഓർക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സിസ്റ്ററായി ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് ഒരു ഡേ ഡ്രീം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു അച്ഛനായി ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ച് ഒരു ഡേ ഡ്രീം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇൻഡിക്കേഷൻസ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദൈവയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇതിനൊരു ഇൻക്ലിനേഷൻ, ഒരു സ്പിരിച്വാലിറ്റിയോട് അല്ലെങ്കിൽ ദൈവവിളിയോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഡിലേ ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡിലേ ചെയ്ത് പിന്നെ ആവാം. 10 കഴിഞ്ഞപ്പോൾ ഉണ്ടായി, പക്ഷേ ഞാൻ പോയില്ല. +2 കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, എന്നിട്ടും പോയില്ല. ഡിഗ്രി കഴിയാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ വൊക്കേഷൻ തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു തോന്നൽ, സ്ട്രോങ് ആയിട്ടുള്ളൊരു തോന്നൽ വരുവാണെങ്കിൽ നമ്മളതിന് വേണ്ടി ഓപ്റ്റ് ചെയ്യണം. ഇനി ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നല്ല അച്ഛന്മാരെയോ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ സമീപിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണം. ഇത്രയേ ഉള്ളൂ. ഡിലേ ചെയ്യരുത്. ആഗ്രഹമുണ്ടോ, യു മസ്റ്റ് നോട്ട് ഡിലേ. അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇത് പത്രോസിനെയൊക്കെ വിളിച്ചപ്പോഴേ തൽക്ഷണം വള്ളവും വലയും ഉപേക്ഷിച്ച് അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി. അതല്ലാതെ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞിട്ട് വരാട്ട എന്ന് വല്ലല്ലോ. ഡിലേ ആയി കഴിഞ്ഞാൽ പോയി. അത്ര എനിക്ക് പറയാം. അപ്പോൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ വെച്ച് നീട്ടരുത്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ വൈദികരെയും സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര മോശമായിട്ട് നമ്മുടെ മീഡിയയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കി ആ ഒരു
ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് നമ്മുടെ എന്താ സഭയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറയണ പോലെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അത് കാണുമ്പോൾ അച്ഛന് വേദനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം നന്നായിട്ട് വേദനിക്കാറുണ്ട്. അത് എൻ്റെ മാത്രമല്ല, എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഹൃദയം വേദനിക്കും. ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ അവഹേളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പൊള്ളും. കാരണം ഒരു സിസ്റ്ററായാലും ഒരു അച്ഛനായാലും അത് ദൈവത്തിൻ്റെ ഈശോ മിശിഹായുടെ പ്രതിപുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ക്രിസ്തുവിന് തന്നെ എതിരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പോലെയാണ്. ഇനി ആ ഒരു അച്ഛനുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അച്ഛന്മാർ സെയിം കാറ്റഗറി, ഏതച്ഛനല്ല അച്ഛന്മാർ, അച്ഛൻ ആ കാറ്റഗറിയിൽ പെട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ അതിൽ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേദനിക്കാറുണ്ട്. അത് ഉള്ളതായാലും ഇല്ലാത്തതായാലും ഒക്കെ നമുക്ക് വേദനയുണ്ടാവും. കുറേയൊക്കെ നമുക്കറിയാം, ഒരു മെജോറിറ്റി പെർസെൻറ്റേജൊക്കെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസാണ്. അതൊന്നും ട്രൂ ആവണമെന്നില്ല. അതെനിക്ക് കുറേ ഇൻസിഡൻറ്റ്സ് അറിയാം, കുക്ക്ഡ് അപ്പ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒരുപാട്. ചിലതൊക്കെ ചിലപ്പോൾ അതിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കാം, ശരിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, അച്ഛന്മാർ ഈ നൂലിൽ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ളതല്ലല്ലോ. നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ജനങ്ങളിലേയും തന്നെ ഒരു ഡെഡിക്കേഷനോട് കൂടി വരുന്നതാണ്. എന്തായാലും തെറ്റുകളുണ്ടാവും, പക്ഷേ ബ്ലാക്ക് സ്പോട്ട് കണ്ടുപിടിക്കാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഒരു വൈറ്റ് ബോർഡിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ കേട്ടിട്ടില്ലേ, അതായത് ഇഫ് യു ആർ റൈറ്റ് നോബഡി വിൽ റിമെമ്പർ യു, ബട്ട് ഇഫ് യു ആർ റോങ് നോബഡി വിൽ ഫൊഗറ്റ് യു. ആരും മറക്കില്ല, തെറ്റാരും മറക്കില്ല. അതിലേക്കാണ് ഫോക്കസ് പോകുന്നത്. അപ്പോൾ അച്ഛനും സിസ്റ്ററാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാനിരിക്കുക. എനിക്ക് വളരെ ദുഃഖമുള്ളൊരു സംഗതി, ഇതിന് മുൻകൈ എടുക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വന്തം ജനങ്ങളാണെന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് പലപ്പോഴും അങ്ങനെയാണ് വരുന്നത്. അത് എന്ത് പറയാൻ പറ്റും, നമുക്ക് വേദന തോന്നും. നമ്മുടെ വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന പലരും ഇതുപോലെ തന്നെ ഒരു പുരോഹിതനെയോ സിസ്റ്ററിനെയോ ഇങ്ങനെ കരുതേച്ച് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ, അഥവാ അങ്ങനൊരു കമൻറ്റ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ കുറിക്കുന്നു എന്ന് കാണുമ്പോൾ നെഞ്ച് പൊള്ളുന്നുണ്ട്, പെടയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. നമ്മൾ ദിവ്യബലികളിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായിട്ടുള്ള എത്രയോ അച്ഛന്മാരുണ്ടെന്നറിയാം. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, കുറേ അറിയപ്പെടാത്ത വിശുദ്ധിയിൽ അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്ന കുറേ അച്ഛന്മാരുണ്ട്. ജനങ്ങൾക്കറിയില്ല അവരെ. പരിത്യാഗമെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുണ്ട്. ഇവരെ നെഞ്ചിലിങ്ങനെ ഓരോ നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലുമ്പോഴും ഇവരെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന അച്ഛന്മാരുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ പൊട്ടയാണ്, കള്ളന്മാരാണ്, അച്ഛന്മാർ മൊത്തം പെശകാണെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പാപം ചെയ്യാണ്. ഇന്നത്തെ സുവിശേഷവായന പോലും അങ്ങനെയായിരുന്നു കേട്ടോ. ഈശോക്കെതിരെ പിശാചിനെ കൊണ്ടാണ് ഈശോ ഒഴിവാക്കുന്നത്. പിശാചാണ് ഈശോയിൽ പ്രവർത്തിക്കുന്നത് പോലും പറയുന്ന യഹൂദ ജനത. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ തലവനാണ് പിശാച്, എൻ്റെ അല്ല, നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഈശോക്കെതിരെ പോലെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്മാർക്കുണ്ടാവും നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് പ്രേ ഫോർ ദം. നന്നായിട്ട് പ്രാർത്ഥിക്കുക അവരുടെ കൺവേർഷന് വേണ്ടിയിട്ട്. എല്ലാ സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെയും വിശദീകരണത്തിന് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിക്കണം. നമ്മൾ ഡെയിലി ഉള്ള നിയോഗങ്ങൾ, നമ്മളിപ്പോൾ ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. ഞാനിപ്പോൾ ഒരു ചെടി നനച്ചു, അല്ലെങ്കിൽ പാചകം ചെയ്തു, അതല്ലെങ്കിൽ വസ്ത്രം കഴുകി, അല്ലെങ്കിൽ ഞാനൊരു കുർബാന അർപ്പിച്ചു. എന്ത് തന്നെ ചെയ്താലും അതൊക്കെ എന്തിനെങ്കിലും വേണ്ടി സമർപ്പിക്കണം, വേസ്റ്റ് ചെയ്ത് കളയരുത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആഴ്ചയിലെ 2 ദിവസത്തെ ഏതെങ്കിലും 2 ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വൈദികരുടെ സമർപ്പിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ സൺഡേയിൽ സമർപ്പിക്കാറുള്ളത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരാണ് കൂടുതൽ പ്രാർത്ഥന അർഹിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ അങ്ങനെ ഒരു ശീലം, ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതായത് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഓരോ പരിത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉള്ളൊരു സ്പിരിച്വാലിറ്റി. മുന്നിലൊരു വലിയ കരിയർ ഉണ്ടായിട്ടും ദൈവത്തിന് വേണ്ടി അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് തൻ്റെ കഴിവുകൾ ദൈവത്തിന് സമർപ്പിച്ച് വൈദിക വൃത്തിക്കായി ഇറങ്ങിത്തിരിച്ച അജിത്തച്ഛനെ പോലെയുള്ള യുവ വൈദികന്മാർ ഈ ഒരു യുവതലമുറയ്ക്ക് തികച്ചും ഇൻസ്പിറേഷനാണ്. അച്ഛനെ പോലെയുള്ള നല്ല വൈദികർ ഇനിയും നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ വിശുദ്ധമായ ദൈവികാനുഭവങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവെച്ചതിന് അച്ഛ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി.